ഭാഗം 2. ഹൃദയത്തിൽ സൂക്ഷിച്ച രഹസ്യം. പെട്ടെന്നാണ് ബസ് വന്നത്. രവിയേട്ടൻ നജീബിനെ വിളിച്ചു. നജീബേ, നീ ആ ബസ് സ്റ്റോപ്പിനടുത്ത് ചായക്കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചു വാ. ആ രവിയേട്ടാ, ദാ വരുന്നു. നജീബ് നേരെ കടയിലോട്ട് വിട്ടു. നമ്മുടെ സുന്ദരി കുട്ടിയുടെ പേര് ആയിഷ. ആയിഷ ബസ്സിൽ കയറലും നജീബിൻ്റെ വരവും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും ഒറ്റ ഇടി കഴിഞ്ഞത് നജീബ് അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആയിഷ, അനക്കൊന്ന് നോക്കി കയറിക്കൂടെ, എൻ്റെ നെഞ്ച് പൊളിഞ്ഞ്. നജീബിക്ക സോറി, കണ്ടില്ല. ആയിഷ തല താഴ്ത്തി പറഞ്ഞു, എൻ്റെ പെണ്ണെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് കേട്ടത് ചെറുപുഞ്ചിരിയോടെ അവൾ ബസ്സിൽ കയറി. അവൻ അറിയാതെ അവനെ തന്നെ നോക്കി, ബസ് മറിയുന്നത് വരെ. പത്രം ഇടാൻ സൈക്കിളിലാണ് പോക്ക്. ഒരു ബൈക്കൊക്കെ മേടിക്കണം എന്നൊക്കെയുണ്ട് അവനിക്ക്. അതിനായി പൈസ എടുത്തു വെച്ചിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അവൻ. കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിക്കാനിരുന്നു. നജീബിൻ്റെ ഭക്ഷണ സമയത്താണ് ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരൽ. ഒളിക്കണ്ണാലെ അവനെ നോക്കൽ ഒരു പതിവാണ് അവൾക്ക്. പക്ഷേ നമ്മുടെ നജീബ് ഇത് വല്ലതും കാണുന്നുണ്ടോ? ദിവസങ്ങൾ കടന്നുപോയി. അയൽവാസി അഷറഫ്ക്കാടെ മോളെ കല്യാണമായിരുന്നു. തലേ ദിവസം വലിയ ആഘോഷം, പാട്ട്, ഫുഡ്, അങ്ങനെ പലതും. അന്നാണ് അത് സംഭവിച്ചത്. ആയിഷ ചുവന്ന ചുരിദാറിൽ അതിസുന്ദരിയായിരിക്കുന്നു. അതുവരെ മനസ്സിലൊന്നും തോന്നാത്ത നജീബിന് അവളെ കണ്ടതും എന്തോ ഒരു അനുഭവം, ദാഹം കൂടുന്ന പോലെ. എന്താണ് തനിക്ക് സംഭവിക്കുന്നേ എന്ന് അവന് തന്നെ അറിയുന്നില്ല. അവൻ തൻ്റെ മനസ്സിനോട് ചോദിച്ചു, റബ്ബേ, എനിക്ക് എന്താണ് പറ്റിയേ? അവളെ ഞാൻ ഇത്രയും സുന്ദരിയായി കണ്ടിട്ടില്ലല്ലോ. അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പോയി കൊണ്ടേയിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ ഇടയ്ക്കിടയ്ക്ക് അവൻ പാളി നോക്കി. രണ്ടുപേരും പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നീട് അവളെ ഫേസ് ചെയ്യാൻ അവനും ചെറിയ ചമ്മലായി തുടങ്ങി. അന്ന് രാത്രി കിടക്കാൻ കിടന്നതും കണ്ണിനേറിയ അവളുടെ സുന്ദര മുഖം ആയിരുന്നു. കണ്ണെടുക്കുമ്പോൾ അവളുടെ ചിരിച്ച മുഖവും. അങ്ങനെ ആയിഷ നമ്മുടെ നജീബിൻ്റെ ഉറക്കം കെടുത്തി. ഇപ്പോൾ പരസ്പരം രണ്ടുപേരും അറിയാതെ സ്നേഹിക്കുന്നു. തുടരും. അടുത്ത ഭാഗത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. അപ്പം മറക്കല്ലേ. ഓക്കേ, ബായ്.